ഡിയർ ഓൾ, നമുക്കിനി പഠിക്കാനുള്ളത് ഐസോബാറിക് ഇക്വേഷൻസ് ആണ്. ഈ ഐസോബാറിക് ഇക്വേഷൻസ് നമുക്ക് ഫസ്റ്റ് ഓർഡറിലും ഹയർ ഓർഡറിലും പഠിക്കാനുണ്ട്. ഐസോബാറിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടേംസിനും സെയിം വെയിറ്റ് വരുന്ന ഇക്വേഷൻസ് ആണ് ഐസോബാറിക് ഇക്വേഷൻസ്. വെയിറ്റ് എങ്ങനെയാണ് കൂട്ടുക എന്ന് വെച്ചാൽ നമ്മൾ y dy ഈ രണ്ട് ടേംസിന് വെയിറ്റ് m എന്ന് കൊടുക്കും, എക്സിനും ഡി എക്സിനും വെയിറ്റ് 1 എന്ന് കൊടുക്കും. എന്നിട്ട് ഓരോ ടേമിൻ്റെയും വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ dy ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ വെയിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിവൈയുടെ വെയിറ്റ് m, ഡി എക്സ് ഡിനോമിനേറ്ററിലാണ്, അതിൻ്റെ വെയിറ്റ് 1 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതുകൊണ്ട് -1 ആണ് ഇൻ ഇഫക്റ്റ് വെയിറ്റ്. അപ്പോൾ dy ബൈ ഡി എക്സിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് m-1. നമ്മൾ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ എല്ലാ ടേംസിൻ്റെയും വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം വെയിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷനെ ഒരു ഐസോബാറിക് ഇക്വേഷൻ എന്ന് വിളിക്കും. അതിൽ ഈ m-1 ഇപ്പം നമ്മൾ m എന്ന് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, ഈ m-ന് ഒരു വാല്യൂ കിട്ടും നമുക്ക്. ആ വാല്യൂ ആണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു ടേമിന് m-1 എന്ന് കിട്ടി, വേറൊരു ടേം എടുത്തപ്പോൾ നമുക്ക് 2m എന്ന് കിട്ടി, വേറൊരു ടേം എടുത്തപ്പോൾ നമുക്ക് 2m+1 എന്ന് കിട്ടി. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് വെയിറ്റ് വരാൻ പോണത്. അപ്പോൾ ഇതെല്ലാം ഈ m-1 ഇസ് ഈക്വൽ ടു 2m ഈക്വൽ ടു 2m+1 ഇങ്ങനെയൊക്കെ വരുന്ന ഒരു എമ്മിൻ്റെ വാല്യൂ. ചിലപ്പോൾ അത് m ഈക്വൽ ടു 3 ആയിരിക്കും എല്ലാം ഈക്വൽ ആവുന്നത്, ചിലപ്പോൾ m ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും എല്ലാം ഈക്വൽ ആവുന്നത്, അല്ലെങ്കിൽ m ഈക്വൽ ടു -1 എല്ലാം ഈക്വൽ ആവുന്നത്. അതെന്താണോ അതാണ് ഈ ഇക്വേഷൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം m-1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇക്വേഷൻ ഇസ് ഓഫ് ദി വെയിറ്റ് -1. അല്ലെങ്കിൽ m3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചതുകൊണ്ട് ഇത് മൂന്നും കൂടി ഈക്വൽ ആവുന്ന m നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇതില്ലാന്ന് വെച്ചോ, 2m ഇസ് ഈക്വൽ ടു m-1 എന്ന് കിട്ടി എങ്കിൽ അത് ഈക്വൽ ആവുന്ന നമുക്ക് m കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ചില കേസിൽ നമുക്ക് അങ്ങനെ എല്ലാ ടേംസിന്റെയും വെയിറ്റ് ഈക്വൽ ആവുന്ന m കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയാലാണ് ഇക്വേഷൻ ഒരു ഐസോബാറിക് ഇക്വേഷനായിട്ട് മാറുന്നത്. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് ആ ഐസോബാറിക് ഇക്വേഷന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കുക. വെയിറ്റ് എല്ലാം ഈക്വൽ ആവുന്ന ഒരു m ഉണ്ടെങ്കിൽ ആ m ആണ് ഇക്വേഷന്റെ വെയിറ്റ് എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ഐസോബാറിക് ഇക്വേഷൻ ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഒരു ഫസ്റ്റ് ഓർഡർ ഐസോബാറിക് ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വെയിറ്റ് കണ്ടുപിടിച്ചില്ലെങ്കിൽ പോലും സോൾവ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈക്ക് പകരം v × x⁻m എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. m നമുക്ക് ആദ്യം അറിയില്ലായിരിക്കും, എന്തായാലും നമ്മൾ v × x⁻m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഇക്വേഷനെ സെപ്പറബിൾ ആക്കാൻ നോക്കും. സെപ്പറബിൾ ആയിരിക്കും. ഐസോബാറിക് ഇക്വേഷൻ ആണ് എങ്കിൽ എമ്മിന് നമ്മൾ കറക്റ്റ് ഈ വെയിറ്റിന്റെ വാല്യൂ തന്നെയാണ് കൊടുക്കുന്നതുമെങ്കിൽ നമുക്ക് ഇക്വേഷൻ സെപ്പറബിൾ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇത് ഐസോബാറിക് ആണെന്ന് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ നേരിട്ട് ഈ x⁻m എന്ന് കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കും. സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എമ്മിന് എന്ത് വാല്യൂ കൊടുത്താൽ പറ്റുമെന്ന് നമ്മൾ നോക്കും. ആ വാല്യൂ എമ്മിന് കൊടുത്തോണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഗിവൺ ഇക്വേഷൻ ഒരു സെപ്പറബിൾ ഇക്വേഷൻ ആയിട്ട് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം അല്ലേ. ഇനി നമ്മൾ ഈ ഐസോബാറിക് ഇക്വേഷന്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ എഴുതിയേക്കുന്ന ഒരു ഇക്വേഷനിൽ നിന്ന് പാടാണ്. നമ്മൾ b × dy - a × dx ഈക്വൽ ടു 0 എന്ന് എഴുതിയിട്ടാണ് വെയിറ്റ് ഓരോ ടേംസിൻ്റെയും കണ്ടുപിടിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ വെയിറ്റ് കണ്ടുപിടിക്കാനും പറ്റും, അതേപോലെ എമ്മിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാൻ അതാണ് എളുപ്പം. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യും. ഹയർ ഓർഡറിൽ നമുക്ക് വെയിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓർഡറിലാണെങ്കിൽ നമുക്ക് നേരിട്ട് ഇങ്ങനെ വാല്യൂ കൊടുത്തിട്ട് പിന്നെ സെപ്പറബിൾ ആവുന്ന രീതിയിൽ എമ്മിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഐസോബാറിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഒന്നും ഈ ഐസോബാറിക് ഇക്വേഷൻ അങ്ങനെ കാണാറില്ല. ഞങ്ങളൊന്നും പഠിച്ച ടെക്സ്റ്റ് ബുക്കിലൊന്നും ഈ ഐസോബാറിക് ഇക്വേഷൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പല ശ്രമം നടത്തി ഇതിന് കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് കിട്ടാൻ അധികം ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് അത്യാവശ്യമായിട്ട് ചെയ്യുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ആളാണെങ്കിലും പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ
ചോദിച്ചാൽ തന്നെ ഈ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ഇതാണ്. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ dy/dx is equal to -1/2yx into y² plus 2x. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു ഫോമിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ഈ -1/2yx ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -2yx into dy ഈക്വൽ ടു ഈ dx ഞാൻ റൈറ്റിലേക്ക് കൊണ്ടുപോകാം, y² plus 2x into dx എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ കൂടി റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഇനിയാണ് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഓരോന്നിൻ്റെയും വെയിറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വൈക്കെല്ലാം വെയിറ്റ് m കൊടുക്കണം, എക്സിനും dxനും വെയിറ്റ് 1 കൊടുക്കണം, ഡിവൈക്കും വെയിറ്റ് m കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ടേമിലേക്ക് നോക്കി, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് y² into dx ആണ് ഫസ്റ്റ് ടേം നമ്മുടെ. അടുത്ത ടേം എന്ന് പറയുന്നത് 2/x into dx ആണ്. ഇതൊക്കെ സെപ്പറേറ്റ് ടേംസാണ്. ഓരോ അഡീഷണൽ സൈൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ സൈൻ വരുന്നിടത്ത് വെച്ച് നമ്മൾ ഒരു ടേം സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ടേംസ് ആണ്. അടുത്ത ടേം എന്ന് പറയുന്നത് 2yx into dx ആണ്. ഓക്കെ, ഇനി നമ്മൾ dx അല്ലല്ലോ dy. ഇനി വെയിറ്റ് കൊടുക്കാൻ പോവാം. വൈയുടെ വെയിറ്റ് m, അപ്പോൾ y² വെയിറ്റ് 2m, dxന്റെ വെയിറ്റ് 1, അപ്പം ഫസ്റ്റ് ടേമിന്റെ വെയിറ്റ് 2m plus 1. ഓക്കെ, അതേപോലെ അടുത്ത ടേമിലേക്ക് നോക്കിയാൽ dxന്റെ വെയിറ്റ് 1, ഇവിടെ ഒരു 2/x ഉണ്ട്. അപ്പം 2/x എന്ന് പറയുമ്പം എക്സിന്റെ വെയിറ്റ് 1 ആണ്, പക്ഷെ ഡിനോമിനേറ്ററിലായതുകൊണ്ട് അത് -1 ആകും. -1 പ്ലസ് dxന്റെ വെയിറ്റും കൂടെ ആകുമ്പോൾ -1 plus 1 എന്ന് വരും ഈ ടേമിന്റെ വെയിറ്റ്. ഓക്കെ, അടുത്ത ടേമിലേക്ക് പോകാം നമുക്ക്. അടുത്ത ടേമിൽ ഈ കോൺസ്റ്റൻസിന് വെയിറ്റ് ഇല്ല കേട്ടോ, അത് നമ്മൾ നോക്കണ്ട. നമുക്ക് വേരിയബിൾസിന് മാത്രമേ വെയിറ്റ് ഉള്ളൂ. വൈയുടെ വെയിറ്റ് m, എക്സിന്റെ വെയിറ്റ് 1, വീണ്ടും ഡിവൈയുടെ വെയിറ്റ് m. സം ചെയ്യുമ്പോൾ m plus 1 plus m എന്ന് കിട്ടും. അങ്ങനെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമിന്റെ വെയിറ്റ് എന്താ കിട്ടിയേ? 2m plus 1 കിട്ടി. സെക്കൻഡ് ടേമിന്റെ വെയിറ്റ് -1 plus 1 which is 0 എന്ന് കിട്ടി. അടുത്ത ടേമിന്റെ വെയിറ്റ് m plus 1 plus m, that is again 2m plus 1. അപ്പോൾ നമ്മുടെ വെയിറ്റുകൾ 2m plus 1 ഉണ്ട്, 0 ഉണ്ട്, വീണ്ടും 2m plus 1 ഉണ്ട്. വെയിറ്റുകൾ ഈക്വൽ ആവണമെങ്കിൽ 2m plus 1 എന്ന് പറയുന്നത് 0 ആയാൽ മതി. 2m plus 1 ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് ഈ 3 വെയിറ്റും ഈക്വൽ ആയിട്ട് കിട്ടും. 2m plus 1 ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് 2m is equal to -1. That gives you m equal to -1/2. അപ്പോൾ എമ്മിന് -1/2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ that gives you the weight of each term equal to 0. അപ്പോൾ എല്ലാ ടേംസിൻ്റെയും വെയിറ്റ് 0 ആയിട്ട് മാറും എമ്മിന് എന്ത് കൊടുക്കുമ്പോൾ -1/2 കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതൊരു ഐസോബാറിക് ഇക്വേഷൻ ഓഫ് വെയിറ്റ് m equal to -1/2 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഐസോബാറിക് ഇക്വേഷൻ എന്താണെന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം, അത് അടുത്ത പാർട്ട്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ, y = v × x power m എന്ന് നമുക്ക് എടുക്കണം. m = -1/2 എന്ന് കൊടുക്കാമെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇനി നേരിട്ട് ഇത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിത് സെപ്പറബിൾ ആക്കാവുന്ന രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെക്കാട്ടിലും എളുപ്പം ഈ മെത്തേഡ് തന്നെയാണ്. നമ്മൾ ആദ്യമേ തന്നെ വെയിറ്റ് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചു വെച്ചാൽ മതി. ഇല്ല ഇനി ഇത് ഓർക്കുന്നില്ല, വെയിറ്റ് കണ്ടുപിടിക്കുന്ന പ്രയാസമാണെന്ന് തോന്നിയവർ മാത്രം v × x power m കൊടുത്തിട്ട് സെപ്പറബിൾ ആവുന്ന രീതിയിൽ m കണ്ടുപിടിക്കുക. ഞാൻ തൽക്കാലം ആ മെത്തേഡ് ഇപ്പം ഇതിൽ പഠിപ്പിക്കുന്നില്ല, ആർക്കെങ്കിലും വേണമെങ്കിൽ പിന്നീട് പഠിപ്പിച്ചു തരാം. ഇപ്പം m = -1/2 എന്ന് വെയിറ്റ് കിട്ടിയത് കൊണ്ട് നമ്മൾ അത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ y എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു v × x power -1/2. ഇനി നമുക്ക് dy/dx വേണം, എങ്കിലല്ലേ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ dy/dx എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു v × x power -1/2 ഡെറിവേറ്റീവ് x power -1/2 - 1 ഇൻറ്റു അത്രേ ഉള്ളൂ, സോറി, ഇൻറ്റു -1/2, സോറി. ഓക്കെ, പ്ലസ് ഇനി x power -1/2 ഇൻറ്റു v യുടെ ഡെറിവേറ്റീവ് dv/dx
ഡി എക്സ്. ഇതിനെ നമ്മളൊന്ന് ഒതുക്കി എഴുതുമ്പോൾ ഇനി നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിന് പകരം നമ്മൾ ഈ വാല്യൂ ആണ് കൊടുക്കാൻ പോണത്. -1/2 ഇൻറ്റു വി ഇൻറ്റു എക്സ് പവർ -3/2 പ്ലസ് എക്സ് പവർ -1/2 ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിട്ടുന്നത്? -1/2 ഇൻറ്റു ഈ വൈക്ക് പകരം നമ്മൾ വി എക്സ് പവർ -1/2 കൊടുക്കാം. വി എക്സ് പവർ -1/2 ഓൾറെഡി നമുക്ക് അവിടെ ഒരു എക്സ് ഉണ്ട്, അപ്പോൾ അതും എഴുതുക. ഇൻറ്റു വൈ സ്ക്വയറിന് പകരം വി എക്സ് പവർ -1/2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, പ്ലസ് 2/x. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഹോമോജീനിയസിൽ ചെയ്തതുപോലെ തന്നെയാണ്. ഹോമോജീനിയസിൽ ശരിക്കും ഹോമോജീനിയസ് ഇക്വേഷൻസിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ y ഇസ് ഈക്വൽ ടു വി എക്സ് പവർ വി എക്സ് എന്നാണ് കൊടുക്കാറ് അല്ലേ? അത് എക്സ് പവർ എം എന്ന് കൺസിഡർ ചെയ്താൽ എം ഈക്വൽ ടു 1 ആണ്. അതായത് ഹോമോജീനിയസ് ഇക്വേഷൻസ് ആർ ആക്ച്വലി ഐസോബാറിക് ഓഫ് വെയിറ്റ് 1 ആണ്. അപ്പോൾ ശരിക്കും ഇത് മാത്രം പഠിപ്പിച്ചാൽ മതി ഹോമോജീനിയസ് ഇക്വേഷൻ പഠിക്കാനായിട്ട്. പിന്നെ ചെയ്യുന്നതെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചെയ്യണം നോക്കണം. അതിനാദ്യം നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കുറച്ചും കൂടി എളുപ്പത്തിലാക്കാം. v ഇൻറ്റു എക്സ് പവർ -1/2 ഇൻറ്റു എക്സ് പവർ 1 ദാറ്റ് ഇസ് 1 - 1/2 വിച്ച് ഇസ് 1/2. അപ്പോൾ എക്സ് പവർ 1/2 എന്ന് ഇവിടെ വരും. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വി സ്ക്വയർ ഇൻറ്റു എക്സ് പവർ -1 എന്ന് വരും പ്ലസ് 2/x. ഇനി നമുക്ക് ഈ ടേമിനെയും കൂടി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് കിടന്നാലേ പറ്റുള്ളൂ. അപ്പം -1/2 വി എക്സ് പവർ 1/2 ഇൻറ്റു വി സ്ക്വയർ എക്സ് പവർ -1 പ്ലസ് 2/x. ഇത് ഓപ്പൺ ചെയ്യണം. ഇനി നമുക്ക് പ്ലസ് 1/2 ടൈംസ് വി ഇൻറ്റു എക്സ് പവർ -3/2. ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇനി ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാനിത് ഈ ഒരു ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതാൻ മറന്നുപോയായിരുന്നു. എക്സ് പവർ -1/2 ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടുന്നത്. ഇനി നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ വിയുടെ ടേംസ് മാത്രമേ വരാൻ പാടുള്ളൂ. എങ്കിലും നമുക്ക് അതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഡി എക്സ് ബൈ എക്സ് പവർ -1/2 റൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ടേം ഓപ്പൺ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ടേംസിലും നോക്കി ഒരു എക്സ് പവർ -3/2 കോമൺ ആണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് പവർ 3/2 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ എത്തുമ്പോൾ അത് -3/2 ആണല്ലോ. സോ നമ്മൾ ആ എക്സ് പവർ -3/2നെ കോമൺ ആയിട്ടുള്ളതിനെ ഇങ്ങനെ പുറത്തെടുത്തു. ബാക്കി നമുക്കുള്ളത് ഇവിടെ ഒരു -v/2 ഉണ്ട്, അടുത്തത് -1/v ഉണ്ട്, പ്ലസ് ഒരു v/2 ഉണ്ട്. ഇത്രയാണ് നമുക്ക് പിന്നീടുള്ളത്. ഈ എക്സ് പവർ -3/2നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്തു പോവും. ബാക്കി നമുക്കുള്ളത് എക്സ് പവർ -3/2 ഇൻറ്റു -1/v എന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പം. ഇനി നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി -1/vയെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആ മൈനസ് അവിടെ കിടന്നോട്ടെ, കിടന്നാലും ഇല്ലെങ്കിലും ഒന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ v ഇൻറ്റു ഡി വി എന്ന് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി ഒരു എക്സ് പവർ -3/2 ഉണ്ട്. ഇത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ ഇറ്റ് ഇസ് എക്സ് പവർ 1/2 ആയിട്ടാണ് വരുന്നത് അല്ലേ? ഇൻറ്റു ഡി എക്സും വരും. ഇതിപ്പോൾ എക്സ് പവർ -1/2 ഡിനോമിനേറ്ററിലേക്കാണ് വരുന്നത്. ഇവിടെ ന്യൂമറേറ്ററിലുള്ള എക്സ് പവർ -1/2 ഇവിടെ ഡിനോമിനേറ്ററിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിനെ ന്യൂമറേറ്ററിൽ എഴുതിയിട്ട് എക്സ് പവർ 1/2 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പവർ -3/2 പ്ലസ് 1/2 ഇസ് എക്സ് പവർ -1. സോ ഇൻറ്റു ഡി എക്സ്. ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ സെപ്പറബിൾ ആയിട്ടുള്ള ഇക്വേഷനായിട്ട് കിട്ടുന്നത്. ഇനി നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ വി ഡി വി ഈക്വൽ ടു മൈനസ് ഡി എക്സ് ബൈ എക്സ് എന്നാണ്. ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് എന്താ? വി ഡി വൈയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ അല്ലേ? ഈക്വൽ ടു -1/xനെ -ln of x പ്ലസ് നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇവിടെ സൗകര്യത്തിന് ഞാൻ ln of c എന്ന് കൊടുക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു ln of
സി ബൈ എക്സ് എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കിയതാ. ln ഓഫ് എക്സ് എന്ന് പറയുന്നത് ln ഓഫ് എക്സ് പവർ -1 ആണ്. എക്സ് പവർ -1 എന്ന് പറയുന്നത് 1/x ആണ്. സോ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് തിരിച്ച് വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്നത് എന്തായിരുന്നു? y ഇൻറ്റു എക്സ് പവർ -1/2 ആയിരുന്നു അല്ലേ? സോറി, y എന്ന് പറയുന്നത് വി ഇൻറ്റു എക്സ് പവർ -1/2 ആയിരുന്നു. അവിടെ നിന്ന് നമുക്ക് വി എന്ന് പറയുന്നത് y ഇൻറ്റു എക്സ് പവർ 1/2 എന്ന് കിട്ടും. സോ അതാണ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ വിക്ക് പകരം y എക്സ് പവർ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. സോ സ്ക്വയർ ഇട്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു ln ഓഫ് സി ബൈ എക്സ് എന്ന് കിട്ടി. സോ y സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ln ഓഫ് സി ബൈ എക്സ് ആണ് നമ്മുടെ സൊല്യൂഷൻ. ഇങ്ങനെ എഴുതിയാലും മതി. അല്ല എങ്കിൽ സി ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഇ പവർ വൈ സ്ക്വയർ എക്സ് എന്ന് എഴുതിയാലും മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. സോ ഫൈനൽ സൊല്യൂഷൻ ഇസ് ദിസ്. ഇവിടെ നമ്മൾ ln ഓഫ് സി എന്ന് കൊടുക്കാഞ്ഞത് കൊണ്ടാണ് ഇവർക്ക് സൊല്യൂഷൻ ഇങ്ങനെ വന്നത്. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തു. വി ഡി വിയുടെ ഇൻ്റഗ്രൽ എഴുതിയപ്പോൾ വി സ്ക്വയർ ബൈ 2 ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഇടാൻ വിട്ടുപോയി. സോ ഇവിടെ ഒരു 1/2 കൂടി വരും. 1/2 ഇൻറ്റു വൈ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു ln ഓഫ് സി ബൈ എക്സ് എന്നാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ln ഓഫ് സി കൊടുത്തില്ലായിരുന്നെങ്കിൽ ടെക്സ്റ്റിലെ അതേപോലെ തന്നെ കിട്ടിയേനെ. എന്തായാലും ഇതാണ് സൊല്യൂഷൻ.